പോളയിൽ നിന്ന് വെള്ളം ചാടത്തക്ക വണ്ണവും എല്ലാവരും ബന്ധപ്പെട്ട് വിലാപം കഴിക്കണം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം പുറത്തു വരത്തക്ക രീതിയിൽ കണ്ണുനീരോടുകൂടെ വിലാപം കഴിക്കട്ടെ, കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കട്ടെ. എന്തിനാണ് ആ പ്രവാചകൻ അങ്ങനെ ഈ ജനത്തെ ഉത്തേജിപ്പിക്കുന്നത്? നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം, കണ്ണിൽ നിന്ന് വെള്ളം വരണം, കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്ക രീതിയിൽ നിങ്ങൾ ഈ കരഞ്ഞ് വിലപിക്കണം, അല്ലെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതിൻ്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. വിശാല സ്ഥലത്ത് നിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന്. നോക്കണേ, വിശാല സ്ഥലത്ത് നിന്ന് കുഞ്ഞുങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ച് കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിൽ കൂടെ കയറി അരമനയിൽ എത്തിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഒരു സ്തോത്രം പറഞ്ഞാണ്. ഹല്ലേലൂയ. എന്തിനാ കരയേണ്ടത്? എന്തിനാ നിലവിളിക്കണം? ഞാനും 2 മക്കളുടെ പിതാവാണ്. പ്രിയ പിതാക്കന്മാരെ, പ്രിയ മാതാക്കളെ, എന്തിനു വേണ്ടി നമ്മൾ കരയണം? എന്തിനു വേണ്ടി നമ്മൾ നിലവിളിക്കണം? നമ്മുടെ വിശാല സ്ഥലത്ത് നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയും